Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. ഹായ് എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. അയ്യോ ശബ്ദം പോലെ സാന്റയ്ക്ക് തീരെ ചെവി കേൾക്കില്ല, പ്രായമായില്ല അപ്പൂപ്പിന്. ഭയങ്കര ശബ്ദത്തിൽ ക്ലാപ്പ് ചെയ്തേ. അയ്യോ ശബ്ദം പോരാ. പറഞ്ഞ് ക്ലാപ്പ് ചെയ്തേ. ആ നമ്മള് ദൈവം നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്. അമ്മയെ തന്നു, അച്ഛനെ തന്നു, പാട്ട് പാടാൻ കഴിവെന്നു, ഡാൻസ് ചെയ്യാൻ കഴിവെന്നു, ഇല്ലേ? തന്നില്ലേ? അയ്യോ എനിക്ക് കേൾക്കുന്നില്ല, അപ്പൂപ്പിന് കേൾക്കില്ല, സാറിന്റെ അപ്പൂപ്പിന് കേൾക്കില്ല. ഞാൻ പോവാ. ഇങ്ങനെയാണെങ്കിൽ സാറിന്റെ ഇല്ല കളിക്കാൻ. ഭയങ്കര ശബ്ദത്തിൽ പറഞ്ഞാ തന്നോ? ആ തന്നു. അങ്ങനെ മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവെന്നു. എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരും പാടുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ഉണ്ടല്ലോ. ആ അങ്ങനെ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറി ഓർമ്മശക്തിയുള്ള ഒരുപാട് പിള്ളേർ ഈ ലോകത്തുണ്ട്. സാന്റയ്ക്ക് ഓർമ്മയൊക്കെ പോയി, പിള്ളേർക്ക് നല്ല ഓർമ്മശക്തി ഇല്ലേ? എന്നാ അതുപോലെ നല്ല ഓർമ്മശക്തിയുള്ള, ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഓർമ്മശക്തിയുള്ള ഒരു കൊച്ചു കൂട്ടുകാരൻ നമുക്ക് വേണ്ടി സാന്റയുടെ കൂടെ, നമ്മുടെ ഒക്കെ കൂടെ ഒരുപാട് ദൂരെ നിന്ന് വന്നിട്ടുണ്ട്. ആരാ? ഇരിക്കുന്നത്. ഇവന്റെ പേരാണ് രഹൻ. ഉറക്കെ പേര് പറയാ. രഹൻ ഉറക്കെ പറ. ആ രഹൻ UKG പഠിക്കുകയാണ്. എന്താ രഹന്റെ പ്രത്യേകത എന്നറിയോ? എന്താന്നറിയോ? ബൈബിള് നമ്മളൊക്കെ വായിക്കുന്നതിനേക്കാൾ നന്നായി വായിച്ച് പഠിച്ച് ഓർമ്മയിൽ വെച്ചിരിക്കാൻ മിടുക്കൻ. നമ്മളൊക്കെ അങ്ങനെ വായിക്കാറുണ്ടോ? രഹൻ അങ്ങനെയാ. രഹന്റെ അമ്മയും അച്ഛനും അടിച്ച് പഠിക്കുന്നു പറഞ്ഞിട്ടല്ല. രഹന് ഭയങ്കര ഇഷ്ടാ ബൈബിള്. അങ്ങനെ രഹൻ എല്ലാം ഓർമ്മയിൽ വെച്ചിരിക്കുകയാണ്. ഗാമ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ രഹൻ നമുക്കായിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ആൻസർ പറയാൻ വന്നിരിക്കുക. വലിയൊരു ക്ലാപ്പ് കൊടുത്തേ. ഞാൻ പോവാ, എനിക്കൊന്നും കേൾക്കില്ല ക്ലാപ്പ് അടിക്കാൻ പറഞ്ഞിട്ട്. സാറിന്റെ വയസ്സായില്ല, സൗണ്ട് ഒന്നും കേൾക്കില്ല. നല്ല വലിയൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ. ആൻഡ്രോയിഡ് ഒറിജിനൽ നെയിം ആർക്കെങ്കിലും അറിയോ? ആരും ചോദിച്ചില്ലല്ലോ. എന്താ? ഉറക്കെ പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് നിക്കോളാസ് എന്ന് പറഞ്ഞ എല്ലാരും. സാൻഡ് ഭയങ്കര ഹാപ്പി ആയി. അപ്പം ഇയാള് നമ്മളെ പറ്റിക്കാൻ വന്നിരിക്കുകയാണോ നോക്കണ്ടേ? നമുക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? ആരാ ഫസ്റ്റ് ചോദിക്കണേ? ഭാവയമ്മയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണേ. എല്ലാരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഭാവയമ്മി ആരെ കുറിച്ചാ ചോദിക്കാൻ പോണേ? ഇയാളെ മിടുക്ക് എത്ര നോക്കാട്ടോ. ജന്മസ്ഥലം കേട്ടോ? ഉറക്കെ പറ, ആരും കേട്ടില്ല. ഓ എല്ലാവർക്കും അറിയാത്. നമ്മുടെ മിടുക്കിനറിയാം. എന്നിട്ട് കൈയ്യടി കൊടുത്തേ. ആൻസർ പറഞ്ഞില്ലേ? അപ്പൊ ഇയാൾക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം. ഒരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാം. കൈയ്യടി എടുത്തേ. ഇയാൾ എല്ലാവരുടെ കയ്യിലുള്ള പൂവും മേടിക്കാൻ നോക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ? പേരെന്താ? ജെറോമാണ് അടുത്ത ചോദിക്കണേ. എന്താ ചോദിക്കണേ? എന്തിനെ കുറിച്ചാ ചോദിക്കണേ? കുട്ടികളെ കുറിച്ചാ ചോദിക്കണേ. നമ്മളെയൊക്കെ കുറിച്ചാ ചോദിക്കണേ. ചോദിച്ചോ? കുട്ടികളുടെ പാപ്പ എന്നറിയപ്പെടുന്നത് ആര്? 10ാം പിയൂസ് പാപ്പ. 10ാം പിയൂസ് പാപ്പ. അതാണല്ലേ? ആണോ? ആണ്. ഓ അപ്പൊ രണ്ടാമത് ശരിയാക്കി. വലിയൊരു കൈയ്യടി കൊടുത്തേ.
ആ ഓടി പോയി കൊടുക്ക്. പാപ്പയുടെ കയ്യിൽ കുറെ പൂവെന്നറിയല്ലോ, പാപ്പ അതൊക്കെ കൊണ്ടുപോകും. പാപ്പ ഇന്ന് വൈകിട്ട് റോമിലേക്ക് പോവുക. അവിടെ കൊച്ചു കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ പോയി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആരാ? ആരെ കുറിച്ചാണ് ചോദിക്കണേ? മാർപ്പാപ്പയെ കുറിച്ചാണോ? ഈസ്റ്റർ ക്രിസ്മസ് ദിനത്തിന് മാർപ്പാപ്പ ലോകത്തിന് ആശീർവാദം തന്ന പേരുണ്ട്. വലിയൊരു കൈയുടെ എടുത്തേ. ഓ, എല്ലാ പൂവും സാന്റയ്ക്കാണോ? അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ? ഇടുക്കി കുട്ടിയാണ് ചോദിക്കണേ. അവളുടെ പേരെന്താ? ത്രേസി. ത്രേസി. ആ, നേരത്തെ ത്രേസി കുട്ടി. ഓക്കെ, എന്തിനെ കുറിച്ചാണ് ചോദിക്കണേ? മാർപ്പാപ്പയെ കുറിച്ച്. മാർപ്പാപ്പയെ കുറിച്ചാണോ? ആ, ഓക്കെ. മാർപ്പാപ്പയെ കുറിച്ച് ചോദിച്ചോളൂ. ഇപ്പഴത്തെ മാർപ്പാപ്പ എത്രാമത്തെ മാർപ്പാപ്പ? ആ, 266. 266. കൈയടിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ? ഓക്കെ, മോന്റെ പേരെന്താ? ആരൺ. ആരൺ, എന്ത് ക്വസ്റ്റ്യനാ ചോദിക്കണേ? ക്രിസ്തുവിനെ പറ്റി. ക്രിസ്തുവിനെ പറ്റി. ആ, ചോദിച്ചോ. രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രാൻസിസ് അസീസി. അയ്യോ, അതിന് ഉത്തരം പറഞ്ഞല്ലോ എടുക്കാൻ. നല്ലൊരു കൈയുടെ എടുത്തേ. ാണോ? അടുത്ത ക്വസ്റ്റ്യൻ ആരാ? ആ, എന്തിനെ കുറിച്ചാ ചോദിക്കണേ? മോന്റെ പേരെന്താ? ജെറി. ജെറി ചോദിച്ചോ. ആദ്യമായി പുൽക്കൂട് നിർമ്മിച്ചത് ആര്? ഫ്രാൻസിസ് അസീസി. എല്ലാരും പുൽക്കൂട് ഉണ്ടാക്കാറുണ്ടോ? ഈ ക്രിസ്മസിനുള്ള പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയോ? എല്ലാവരുടെ പുൽക്കൂടും കാണാൻ സാന്റ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സാന്റയ്ക്ക് ഭയങ്കര സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ? പേര് പറ. നന്ദിനി. നന്ദിനി. പിറവി തിരുനാൾ ഏത് ദിവസമാണ്? ഡിസംബർ 25. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആരാ? ഇനി സാന്റ പറയുന്ന കുട്ടി ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇയാള് അന്നക്കുട്ടി. അന്നക്കുട്ടിക്ക് വലിയൊരു കൈ എടുത്തേ. ഓക്കെ, ചോദിക്കോ? ആ, ചോദിക്കും. തോമസ് ലീഗ ഭാരതത്തിൽ വന്ന വർഷം ഏത്? AD 52. AD 52. എല്ലാ പൂവും മേടിക്കട്ടെ. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ? വിശുദ്ധ ഗ്രന്ഥത്തെ ബൈബിൾ എന്ന് വിളിച്ചു തുടങ്ങിയത് ആര്? ക്രിസ്റ്റോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആരാ? ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതവർഷണം തുടങ്ങി വെച്ചത് ആരാണ്? നീറോ ചക്രവർത്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ബൈബിൾ ആരുടെ എല്ലാം വിശുദ്ധ ഗ്രന്ഥമാണ്? ക്രൈസ്തവരെ യഹൂദരെയോ? അയ്യോ, ഫ്ലവറായിട്ട് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ? ആ, പേര് പറ. വിനായക്. യഹൂദ ക്രിസ്ത്യാനികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച നാമം? നസ്രാണികൾ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മള് ആരെ കൊണ്ടാ ചോദിപ്പിക്കുക? നമ്മുടെ ഭാവയാമിയെ കൊണ്ട് ചോദിപ്പിക്കാം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധ അൽഫോൻസമ്മ. അൽഫോൻസാമ്മ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ? ആ, ചോദിക്കും. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആര്? മദർ തെരേസ. മദർ തെരേസ. കേട്ടിട്ടുണ്ടോ മദർ തെരേസയെ പറ്റി? എല്ലാരും കേട്ടിട്ടുണ്ടോ? മദർ തെരേസ എങ്ങനെയാ അറിയപ്പെട്ടിരുന്നേ? അഗതികളുടെ എല്ലാരും പാവപ്പെട്ടവരും അഗതികളെയൊക്കെ സംരക്ഷിക്കുക വലിയ മക്കളാവുമ്പോ. സത്യം? പ്രോമിസ്. പ്രോമിസ് എന്ന് പറ. സാന്റാക്ലോസ് പ്രോമിസ് എന്ന് പറ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ?
ധനുഷ്. ധനുഷ് ആ ചോദിച്ചോ. യഹൂദരുടെ വിശ്വസ്ത ഗ്രന്ഥം. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ. ബൈബിൾ. കയ്യടി. സാന്റ എല്ലാവർക്കും ഉമ്മ കൊടുക്കില്ല, നല്ല കുട്ടികൾക്ക് മാത്രമേ കൊടുക്കൂ. ഇനി സാന്റയുടെ ഉമ്മ വേണ്ടവരൊക്കെ നന്നായിട്ട് കൈയടിക്കണം, നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം, ഓടി വന്ന് ഫ്ലവർ കൊടുക്കണം കേട്ടോ. എന്നാ വീട്ടിൽ പോയി പറയാം സാന്റ ഉമ്മ വന്നു കേട്ടോ. ഇയാൾക്ക് കൊടുക്കട്ടെ, കൊടുക്കട്ടെ. ഇയാൾക്ക് ഉമ്മ കൊടുക്കുമ്പോ എല്ലാരും ഹാ 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 എന്ന് പറഞ്ഞ് കൈയടിക്കോ? സത്യം? ഓക്കെ. അടുത്ത ആരാ ചോദിക്കണേ? എത്ര പുസ്തകങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ? 73. 73. അടുത്ത ക്വസ്റ്റ്യൻ ആരാ? ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകം സങ്കീർത്തനങ്ങൾ. ഇടുക്കി കുട്ടി ഓടി വന്നോ, കൊടുക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ? ചോദിക്കും. ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം? 119 സങ്കീർത്തനങ്ങൾ. 119 സങ്കീർത്തനങ്ങൾ. നന്നായിട്ട് കൈയടിച്ചേ. ഓടി വാ, സാന്റയ്ക്ക് ഉമ്മ വേണ്ടേ? ആദ്യം സാന്റയ്ക്ക് ഉമ്മ. എന്താ ആരും കൈയടിക്കാതെ ഹാ 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 പറയത്തെ? സാന്റയുടെ ഉമ്മ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കണേ? വിനായക്. വിനായക്. വിനായക് ചോദിച്ചോ. ബൈബിളിലെ ഏറ്റവും ചെറിയ അധ്യായം? ബൈബിളിലെ ഏറ്റവും ചെറിയ അധ്യായം? സങ്കീർത്തനങ്ങൾ. അപ്പയുടെ ഉമ്മ വേണ്ടേ? ഇനി ആരാ ചോദ്യം ചോദിക്കണേ? വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത്? നീ എവിടെയാകുന്നു? സാന്റയുടെ ഉമ്മ. നന്നായിട്ട് പാടുന്ന ആരാ ഉള്ളേ? ഒരുപാട് പേരുണ്ടല്ലോ. അയ്യോ, സാന്റെ കൺഫ്യൂഷൻ ആയല്ലോ. സാന്റെ വിളിക്കുന്നവരൊക്കെ വരുമോ? സാന്റെ ആദ്യം ഒറ്റത്തിൽ കൂട്ടിരിക്കുന്നുണ്ടോ? അവളുടെ പേരെന്താ? ഇവിടെ ഓടി ഓടി ഓടിയോ. വിജയലക്ഷ്മി പാട്ട് പാടാൻ പോണേ, എല്ലാരും ശ്രദ്ധിച്ചിരുന്നു കേട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. Deck the halls with boughs of holly, fa la 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 la. 'Tis the season to be jolly, fa la 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 la. Don we know our gay apparel, fa la 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 la. Told the ancient Yuletide carol, fa la 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 la. See the blazing Yule before us, fa la 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 la. Follow me in merry measure, fa la 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 la. La 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 la. വലിയ കടി കൊടുത്തേ. പോരും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പാടാം. കേരളത്തിൽ രണ്ടുപേരെ ഈയിടെ വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചു. അവരുടെ പേര് ജവറാച്ചൻ ഏവു റാസിയമ്മ. ഇനി ആരോ പാട്ട് പാടാ? സാന്റയ്ക്ക് ആരോ പാട്ട് പാടിത്തരാ? ഓ, കൊടുത്തില്ലേ? വാവാമ്പൈതലാമിഷോയെ അങ്ങേ കാണാൻ കൊതിച്ചിടുന്നു നാദാ കുഞ്ഞു മക്കളിൽ നീ വൈകാതെ വേഗം വന്നിടുമോ ഞങ്ങൾക്കോ നിൻമുത്തമേകുകല്ലേ നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ. കുഞ്ഞു പാട്ടാ, നന്നായിട്ട് പാടിയില്ലേ? നന്നായിട്ട് കൈയടിച്ചേ. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണേ, കൈ വയ്ക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുടെ പേരെന്താ? ഒലീന. ഒലീന. ഒലീനക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. ഒലീനയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചോ. എവിടെ വെച്ചാണ് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്? വത്തിക്കാൻ സിറ്റി. ഫ്ലവർ കൊടുക്കുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു പാട്ട് കേൾക്കാം. നേരത്തെ കൈ പൊക്കിയ ആളാരാ? ആരൊക്കെയാ? വാ വാ. Jingle bell,
jingle all the way. Our families tonight, one verse of the day. Hey, jingle bell, jingle all the way. Our families tonight, one verse of the day. Jingle bell, jingle all the way. Our families tonight, one verse of the day. ഒരു പാട്ട് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ. ഇനി ആരാ ക്വസ്റ്റ്യൻ ചോദിക്കണേ? ലോകത്തിൽ ഒരേ ഒരു ദമ്പതികളെ വിശുദ്ധരായിട്ടുള്ളൂ. അവരാരൊക്കെ? ലൂയി മാർട്ടിൻ, മേരി സലി മാർട്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ? പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശ. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. ഇനി അടുത്ത ആരാ ചോദിക്കുന്നേ? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ക്രിസ്തു. താങ്ക് യു. അടുത്ത നമ്മുടെ കൂട്ടത്തിലെ കുഞ്ഞനിത്യ ചോദിക്കണേ. ആരാ? ഭാവയാമി. ഭാവയാമിക്ക് നല്ലൊരു കൈയോടെ എടുത്തേ. യേശു ജനിക്കുമ്പോൾ ഹെഗുദേര രാജാവ്. വലിയ ക്വസ്റ്റ്യനാ, ചെറിയ ആളാണ്, വലിയ ക്വസ്റ്റ്യൻ. നന്നായിട്ട് കൈയടിച്ചേ. ആ, ആൻസർ ഫെറോദോസ്. നന്നായിട്ട് കൈയടിച്ചേ. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം. നമുക്കൊരു കുഞ്ഞു പാട്ട് കേൾക്കാം. പാട്ടാര് പാടുന്നറിയോ? നമ്മുടെ കൂട്ടത്തിലെ കുഞ്ഞു കുട്ടിയാണ്. ആ, ഭാവ്യാമിക്ക് നല്ലൊരു കൈ എടുത്തേ. ഭാവ്യാമി ഓടിവാ. കണ്ടോ, കണ്ടു പഠിച്ചോ കേട്ടോ. ബാബയ്ക്ക് നല്ല പാട്ടൊക്കെ പാടി വരുന്ന കണ്ടോ. Ding dong bell, pussy's in the well. Who pulled her in? Little Tommy Thin. What a naughty boy was that to try to drown poor pussycat. കൊറേ ഉമ്മ മേടിച്ച ആളാരെന്നറിയോ? നമ്മുടെ ഭാവയാമിയാ. ഏറ്റവും കൂടുതൽ ഉമ്മ ഭാവയാമി മേടിച്ചു കണ്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കുന്നേ? ആമീൻ എന്റെ വാക്കിന്റെ അർത്ഥം അപ്രകാരമായിക്കട്ടെ. ഇനി നമുക്കൊരു സിനിമ പാട്ട് കേൾക്കാം. പാപ്പയ്ക്ക് ആരും സിനിമ പാട്ട് പാടി തന്നില്ലല്ലോ. ഒരാൾ പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ? ആരാന്നറിയോ? ഇതാ ഈ നിൽക്കുന്ന കുട്ടിയാ. ആരാ? പേരെന്താ? ആ, നന്ദിനി കുട്ടി ഓടിവാ. ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചോറുമുള്ള നട്ടോ. കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പണ്ടാലിട്ടു. മിണ്ടാതെത്തിയ കാത്തൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനം മുട്ടവനെന്തേ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചോറുമുള്ള നട്ടു. മിണ്ടാതെത്തിയ കാത്തൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനം മുട്ടവനെന്തേ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. ഇനി അടുത്താരാ ചോദിക്കുന്നേ? ഏഷ്യയിൽ ആദ്യമായി ബൈബിൾ അച്ചടിച്ച ഭാഷ തമിഴ്. ഇനി ആരാ ചോദിക്കുക? ലോകത്തിലെ ആദ്യം അച്ചടിച്ച ക്രിസ്മസ് കാർഡിന്റെ വാചകം മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. കേട്ടോ എല്ലാരും? ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എനിക്കാണോ ഇവനാണോ? ആ, ഒന്നുകൂടി പറഞ്ഞേ. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ്. ഇനി സാന്റയ്ക്ക് വീട്ടിൽ പോവാനായി, നിങ്ങൾക്ക് വീട്ടിൽ പോവാനായി സമയമായില്ലേ? നമുക്ക് കേക്ക് മുറിക്കണ്ടേ? നമ്മുടെ കുട്ടീസ് ബൈബിൾ പ്രോഗ്രാമിന് വേണ്ടി റിപ്പോർട്ടർ ടിവിയും സാന്റയും കൂടി ഒരു കൊച്ചു ഗിഫ്റ്റ് കൊണ്ടുവന്നുണ്ട്. ആ കൊച്ചു ഗിഫ്റ്റ് എടുക്കാം. കൊച്ചു ഗിഫ്റ്റ് എടുക്കട്ടെ? സാന്റ പോയി എടുക്കട്ടെ? Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh.
A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lank, misfortune seemed his lot. He got into a drifted bank, and we got upset. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh.